പ്രിയപ്പെട്ട പോളിടെക്നിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ, മജ്ലിസ് പോളിടെക്നിക്കിലെ റിവിഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. 2ാം സെമസ്റ്ററിലെ മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ 1ാമത്തെ മൊഡ്യൂളിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് കടക്കാം. ഫസ്റ്റിൽ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യം മാനുഫാക്ചറിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. പാറ്റേണുമായി ബന്ധപ്പെട്ടുള്ളത് വേറെ, അതിന്റെ ടൈപ്സ്, ഏതൊക്കെ ടൈപ്സ് പാറ്റേൺ ഉണ്ട്, അതുപോലെ അലവൻസുകൾ, നമ്മൾ ഒരു പാറ്റേണിന്റെ മുകളിൽ കൊടുക്കുന്ന ഒരു ഡീവിയേഷൻ ആണ്, അതിന് നമ്മൾ അലവൻസ് എന്ന് പറയും. അത് ഏതൊക്കെ രീതിയിലുള്ള ഡീവിയേഷൻസ് അല്ലെങ്കിൽ അലവൻസുകൾ ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേണിന്റെ മെറ്റീരിയൽ, ഏതെല്ലാം മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാറ്റേണുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. തൊട്ടടുത്തായിട്ട് വരുന്നത് മോൾഡിംഗ് സാൻഡിനെ പറ്റിയിട്ടാണ്. മോൾഡിംഗ് സാൻഡിലെ പഠിക്കാനുള്ളത് ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം, ഒരു മോൾഡിംഗ് സാൻഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ, അതിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ ഘടകങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ്, ഏതെല്ലാം രീതിയിലുള്ള മോൾഡിംഗ് സാൻഡ് ഉണ്ട്, പിന്നെ ഉള്ളത് മോൾഡിംഗ് സാൻഡിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ സവിശേഷതകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മോൾഡിംഗ് സാൻഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഡിസ്ക്രൈബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോൾഡിംഗ് പ്രോസസ്സ്. പാറ്റേണിനും സാൻഡിനെ പറ്റിയിട്ട് പഠിച്ചതിന് ശേഷം പിന്നുള്ളത് മോൾഡിംഗ് പ്രോസസ്സുകളെ പറ്റിയിട്ടാണ്. ഏതെല്ലാം രീതിയിലുള്ള മോൾഡിംഗ് പ്രോസസ്സുകൾ ഉണ്ട്. പിന്നീട് വരുന്നത് മോൾഡിംഗ് പ്രോസസ്സിന് ശേഷം നമുക്ക് ഗേറ്റിംഗ് സിസ്റ്റം, കാസ്റ്റിങ്ങിന്റെ മുന്നോടിയായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന മോൾഡിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഗേറ്റിംഗ് സിസ്റ്റം. അപ്പൊ അതിൽ അടങ്ങിയിട്ടുള്ള ഓരോ ഘടകങ്ങൾ, ഓരോ ഭാഗങ്ങൾ, അതെങ്ങനെയാണ്, അതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഫങ്ഷൻസ് ഓഫ് റൈസർ, അതിൽ പ്രത്യേകമായിട്ടുള്ള ഭാഗമാണ് റൈസർ. ആ റൈസറിന്റെ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ അതിന്റെ ഉപയോഗം, അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് സിഒയിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. ഇത് നമ്മളിത് റിവിഷൻ ക്ലാസ് പോലെയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ സിലബസിൽ കുറച്ചും കൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് പഠിക്കണമെന്നും കൂടി നിങ്ങളോട് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെ? ഏത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രോപ്പർട്ടീസുകൾ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് പഠിക്കാനുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ളത് എന്ന് പറയുന്നതിനേക്കാളും പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ചെറിയ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർട്ടീസുകളൊക്കെ വളരെ പരിചയം ഉണ്ടാവും. സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, ടഫ്നെസ്, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ്, സ്ട്രെയിൻ, സ്റ്റിഫ്നെസ്, ഫാറ്റിക്, റെസിലിയൻസ്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, ഒരു ലോഡ് കൊടുക്കുമ്പോൾ ആ സമയത്ത് സ്ട്രെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഹാർഡ്നെസ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും. ബ്രിട്ടിൽനെസ് എങ്ങനെയാണ്, ടഫ്നെസ് ഏത് രൂപത്തിലാണ്, മാലിബിലിറ്റി എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ ഡെഫിനിഷൻ എന്നുള്ള രീതിയിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മറ്റൊന്ന് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. പിന്നീട് ചോദിക്കുന്നത് ഈ ഏതെങ്കിലും 2 3 ഒക്കെ ആയിട്ട് വിശദീകരിക്കാൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഡിഫൈൻ ചെയ്യാൻ എന്നുള്ള രീതിയിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിഫൈൻ ഹാർഡ്നെസ്, ഡിഫൈൻ സ്ട്രെങ്ത് എന്നിങ്ങനെ ക്വസ്റ്റ്യൻ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വേരിയസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദമാക്കാൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതില് വളരെ എളുപ്പത്തിലുള്ള ഇത് വിശദമാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തു വെക്കുക. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഹുക്സ് ലോ, നമ്മള് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹുക്സ് ലോ ഇവിടെ പറയുന്നുണ്ട്, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ.
അല്ലെ? ആ സ്ട്രെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രെസ് ഈ കെ ഇവിടെ ഉണ്ടാവും. ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ ആവും. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കെ എന്നാവും അല്ലെ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ EM-ലൊക്കെ ആയിട്ട് വിശദമായി പഠിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ പരാമർശിക്കുന്നില്ല. അപ്പൊ ഇത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. 0 ഒറിജിനെ കാണിച്ച് ABC അതേപോലെ DE ABCDE ഓരോന്നിന്റെ പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ എന്ന പോയിന്റിന്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ ഏറ്റവും ലിമിറ്റ് ഇല്ലെ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷണൽ ആ ഒരു സ്വഭാവം കാണിക്കുന്നത് അതുവരെയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇലാസ്റ്റിക് ലിമിറ്റ് വരുന്നത് അതുപോലെ ഈൽഡ് പോയിന്റ് നമുക്ക് പറയാം. അതേപോലെ പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഭാഗം, ഫ്രാക്ചർ കാണിക്കുന്ന ഓരോ ഭാഗങ്ങൾ അല്ലെ? നമ്മൾ ലോഡ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതിന്റെ ഇടയിൽ വരുന്ന മാറ്റങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വരച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ അതിന്റെ ആസ്പദമാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ്. ഫൗണ്ടറി ഇതില് നമ്മള് മോൾഡ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് ഇവിടുന്നാണ്. പാറ്റേൺ, മോൾഡിങ് സാൻഡ്, മോൾഡ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കുന്നത്. പാറ്റേൺ എന്താന്നുള്ളത് പറയുന്നുണ്ട്. ഇറ്റ്സ് എ റെപ്ലിക്ക ഓഫ് ഡിസൈഡ് കാസ്റ്റിംഗ്. ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. റെപ്ലിക്ക ഓഫ് ഡിസൈഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു കോപ്പി, ഒരു രൂപം, അതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയാം. അപ്പൊ പാറ്റേൺ ചിലപ്പോൾ നമ്മൾ മരം കൊണ്ട് നിർമ്മിച്ചതായിരിക്കാം, ചിലപ്പോൾ നമ്മളത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാറ്റേണുകൾ നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ പാറ്റേൺ എന്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫൈൻ എ പാറ്റേൺ എന്നുള്ളത് ഉത്തരം ഇവിടെ തന്നെ ആയി. ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. റെപ്ലിക്ക ഓഫ് ഡിസൈഡ് കാസ്റ്റിംഗ് വിച്ച് വാൻ പാക്കഡ് ഓർ എംബഡഡ് ഇൻ എ സ്യൂട്ടബിൾ മോൾഡിംഗ് മെറ്റീരിയൽ വിത്ത് സം എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് പ്രൊഡ്യൂസസ് എ ക്യാവിറ്റി കോൾഡ് മോൾഡ്. മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ അതേ രൂപത്തിലുള്ള ഒരു റെപ്ലിക്ക, ഒരു മോഡൽ, അതിനെ നമ്മൾ പാറ്റേൺ എന്ന് പറയാം. ഫങ്ഷൻസ് ഓഫ് പാറ്റേൺ ഇതൊന്ന് വായിച്ചു നോക്കാം. പാറ്റേണിന്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി എടുക്കാം. പാറ്റേൺ മെറ്റീരിയൽ ഷുഡ് ബി, ഒരു പാറ്റേൺ മെറ്റീരിയൽ ആയിട്ട് എടുക്കുമ്പോൾ ആ പാറ്റേൺ നിർമ്മിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് വായിക്കാം. ടൈപ്സ് ഓഫ് പാറ്റേൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. പാറ്റേൺ എന്താ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് പാറ്റേൺ. ഏതൊക്കെ രീതിയിലുള്ള പാറ്റേണുകൾ ഉണ്ട്? സിംഗിൾ പീസ് പാറ്റേൺ ഉണ്ട്, സ്പ്ലിറ്റ് പാറ്റേൺ ഉണ്ട്, മൾട്ടി പീസ് പാറ്റേൺ, മാച്ച് പ്ലേറ്റ് പാറ്റേൺ, കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ, ഗേറ്റഡ് പാറ്റേൺ, ലൂസ് പീസ് പാറ്റേൺ, സ്വീപ്പ് പാറ്റേൺ, സ്കെൽട്ടൺ പാറ്റേൺ, സെഗ്മെന്റഡ് പാറ്റേൺ, ഷെൽ പാറ്റേൺ, ഫോളോ ബോർഡ് പാറ്റേൺ എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പാറ്റേണുകൾ ഉണ്ട്. അപ്പൊ ലിസ്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതെങ്കിലും എടുത്ത് വിശദാക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സിംഗിൾ പീസ് വളരെ സിമ്പിൾ ആണ്. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ മാച്ച് പ്ലേറ്റ് പാറ്റേൺ, ലൂസ് ഗേറ്റഡ് പാറ്റേൺ, സ്വീപ്പ് പാറ്റേൺ, ഇതൊക്കെ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. സ്വീപ്പ് പാറ്റേൺ ആണ് 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഗേറ്റഡ് പാറ്റേണും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. സിംഗിൾ പീസിന്റെ ഒരു ചിത്രം അതിന്റെ വിശദീകരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് അല്ലെ, സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. പീസ് നമ്പർ 1, പീസ് നമ്പർ 2 ഇവിടെ കാണുന്നുണ്ടാവും. 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. മൾട്ടി പീസ്, 2-ലധികം ഭാഗങ്ങളുണ്ട്. കോപ്പ്, ചെക്ക്, അതേപോലെ ഡ്രാഗ്, ഇങ്ങനെ 3 ബോക്സുകളിലായിട്ടാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. സ്വീപ്പ് പാറ്റേൺ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പല ആവർത്തി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് പാറ്റേണിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 മാർക്കിന്റെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് സ്വീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സിമ്പിൾ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ഒരു ക്യാവിറ്റി ഇവിടെ ഫോം ചെയ്യിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഫോം ചെയ്യിക്കാൻ ഇതുപോലെ സംഭവത്തിന് സ്വീപ്പ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു പാറ്റേൺ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി പാറ്റേൺ എന്താണ്, ഏതെല്ലാം ടൈപ്സ് പാറ്റേൺ ഉണ്ട് എന്നിങ്ങനെ കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പാറ്റേണിന്റെ മെറ്റീരിയലുകൾ ഏതൊക്കെയാണ്.
ഏതെല്ലാം മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാറ്റേൺ നിർമ്മിക്കാൻ പറ്റും. വുഡ് മരം കൊണ്ട് നമുക്ക് നിർമ്മിക്കാം, മെറ്റൽ കൊണ്ട് നിർമ്മിക്കാം, പ്ലാസ്റ്റർ കൊണ്ട് നിർമ്മിക്കാം, പ്ലാസ്റ്റിക് കൊണ്ട്, അതുപോലെ വാക്സ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാറ്റേണുകൾ നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ അതില് വളരെ വളരെ സിമ്പിളും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ മെറ്റീരിയൽ ആണ് വുഡ്. നിങ്ങൾ ചിത്രത്തിൽ ഇവിടെ കാണുന്നുണ്ടോ, ഒരു ഗിയറിന്റെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരു വസ്തു അല്ലെ. അപ്പൊ ആ ഒരു വസ്തു നമുക്ക് മരത്തില് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 3 മെറ്റീരിയലുകൾ ലിസ്റ്റ് ചെയ്യാൻ ചോദിക്കും. അത് ലിസ്റ്റ് ചെയ്തതിന് പുറമെ അതിന്റെ ഒരു വിശദീകരണങ്ങളും കൊടുക്കാൻ പറയും. വുഡ് കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ആ വിശദീകരണത്തിൽ അതും കൂടെ ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആ രീതിയിലാണ്. ഒരു മെറ്റീരിയൽ ഏതെല്ലാം വുഡ്, ഇവിടെ വ്യത്യസ്തങ്ങളായിട്ട് മഹാഗണി, തേക്ക്, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, പൈനൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ മെറ്റീരിയലുകൾ ഏതെല്ലാം മരങ്ങൾ ഉപയോഗിക്കാം, അതേപോലെ അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ വുഡിന്റെ പഠിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ മെറ്റലിന്റെ പഠിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ മെറ്റൽ അല്ലെ, ഒരു മെറ്റലിന്റെ രൂപത്തിലുള്ള പാറ്റേൺ നമ്മളുള്ളത്. ഈ മെറ്റൽ കൊണ്ട് നിർമ്മിക്കാൻ നമുക്ക് മൾട്ടിപ്പിൾ യൂസേജ് ആണ്, ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൃത്യമായിട്ട്. ഡയമെൻഷണൽ ആക്യുറസിയാണ് ഇവിടെ പറയുന്ന, പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ആക്യുറസി കൂടി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും മെറ്റൽ കൊണ്ടാണ് നമ്മൾ പാറ്റേൺ നിർമ്മിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. വുഡ് ആണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മോയ്സ്ചറിന്റെ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് വലുതായി വരാനൊക്കെ സാധ്യതയുണ്ട്. ഇനിയിപ്പോ നല്ല ഡ്രൈ ആവുന്ന സമയത്ത് അത് ഷ്രിങ്ക് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ മെറ്റൽ കൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മെറ്റൽ എന്നുള്ള മെറ്റീരിയൽ പഠിക്കുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും കൂടെ പഠിക്കണം. പിന്നെ പ്ലാസ്റ്റർ മറ്റൊരു മെറ്റീരിയൽ ആണ്. പ്ലാസ്റ്ററിന്റെ അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും പഠിച്ചു വെക്കും. പ്ലാസ്റ്റിക്, നിങ്ങൾ പ്ലാസ്റ്ററിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിനാണ്. വുഡ്, മെറ്റൽ, അതേപോലെ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്നുള്ള മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാം പാറ്റേൺ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതിന് അഡ്വാൻറ്റേജുകളുണ്ട്, ഡിസ്അഡ്വാൻറ്റേജുകളുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ ഈ 3 മെറ്റീരിയലുകൾ ഫോക്കസ് ചെയ്യുക. വുഡ്, അതുപോലെ തന്നെ മെറ്റൽ, പ്ലാസ്റ്റിക്. ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ളതാണ് പ്ലാസ്റ്ററും വാക്സും ഒക്കെ. അപ്പൊ അത് നിങ്ങൾ കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ ആ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമാവും. ഇനി പാറ്റേണിനെ പറ്റി, മെറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ്റേണിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത് പാറ്റേണിന്റെ അലവൻസുകളാണ്. പാറ്റേൺ അലവൻസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആക്കിയിട്ട് ഇങ്ങനെ പറയാം, ഡീവിയേഷൻസ് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം ആക്ച്വൽ കാസ്റ്റിംഗ്. ഇതേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മള് ഒരു പാറ്റേൺ നിർമ്മിക്കുന്ന സമയത്ത് പാറ്റേണിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് അധികം ഡീവിയേഷൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ സൈഡിലും ഈ വശത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ 2 ഡീവിയേഷൻസ് ഉൾപ്പെടുത്തുന്ന നമുക്ക് പാറ്റേൺ വേഗത്തിൽ റിമൂവ് ചെയ്യാം, എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത്. ഇത് വളരെ ചെറിയതായിരിക്കും, നമുക്ക് പിക്ചറിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വലുതായി കാണുന്നു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഡീവിയേഷൻസിനെ നമ്മൾ പാറ്റേൺ അലവൻസുകൾ എന്ന് പറയാം. പാറ്റേൺ അലവൻസുകൾ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ പല അലവൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ലിസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ അലവൻസുകൾ. അതുപോലെ തന്നെ എടുത്ത് ചോദിക്കുന്ന പതിവും കൂടി കാണാറുണ്ട്. ശ്രിങ്കേജ് അലവൻസ്, ഡ്രാഫ്റ്റ് അലവൻസ്, മെഷീനിങ് അലവൻസ്, ഡിസ്റ്റോർഷൻ ഓർ ക്യാമറ അലവൻസ്, റാപ്പിംഗ് അലവൻസ്. പ്രത്യേകിച്ച് ഈ 3 സാധനങ്ങൾ പലാവധി ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ശ്രിങ്കേജ് അലവൻസും ഡ്രാഫ്റ്റ് അലവൻസും മെഷീനിങ് അലവൻസും. ശ്രിങ്കേജ് അലവൻസിന് കൃത്യമായിട്ട് ഒരു ഫിഗർ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ജസ്റ്റ് ശ്രിങ്ക് ആവുക, ആ ശ്രിങ്ക് ആവുക എന്നുണ്ടെങ്കിൽ ചുരുങ്ങി പോവുക അല്ലെ. നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ അതിനുള്ള സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച അതേ സൈസിൽ കിട്ടേണ്ട അതേ സൈസിൽ നമ്മള് മരം കൊണ്ട് ഒരു പാറ്റേൺ നിർമ്മിച്ചിട്ട് അത് വെച്ച് നമ്മൾ മോൾഡ് ക്യാവിറ്റി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് പോർ ചെയ്ത് മോൾട്ടൻ മെറ്റൽ ഒഴിച്ചു, എന്നിട്ട് അങ്ങനെ കാസ്റ്റിംഗ് എന്ന പ്രോസസ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ചിലപ്പോ നമുക്ക് എന്തിനുള്ള സാധ്യത കാണാം, ശ്രിങ്കായി പോകുന്നതായിട്ട് കാണാം, ചുരുങ്ങിയതായിട്ട് കാണാം. അപ്പൊ ആ ചുരുങ്ങി പോവും എന്നുള്ള ഒരു പ്രശ്നത്തിനെ നമ്മൾ അഡ്വാൻസ് ആയി കണ്ടുകൊണ്ട് അത്രയും ഡീവിയേഷൻ സൈസ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പാറ്റേണിന്റെ മുകളിൽ കൊടുക്കുക. അപ്പൊ അതിനെ നമ്മളിവിടെ ശ്രിങ്കേജ് അലവൻസ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് അലവൻസ് നമുക്ക് എളുപ്പത്തിൽ എടുത്തു മാറ്റാൻ സാധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് അലവൻസ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിക്വയർഡ് കാസ്റ്റിംഗ് പ്രൊഡക്റ്റ്
ഈ ചുവന്ന കളറിൽ അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ അധികമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 to 3 ഡിഗ്രിയോളം നമ്മൾ അധികം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം അധികം കൊടുത്തത്, ആ ഒരു ഡീവിയേഷൻ അധികം കൊടുത്തത് നമുക്ക് എളുപ്പത്തിൽ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്മൂത്ത് റിമൂവൽ. മെഷീനിങ് അലവൻസ് നമ്മൾ എന്ത് കാസ്റ്റ് ചെയ്തെടുത്താലും ശരി, നമുക്ക് ഒരിക്കലും ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗം, ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടൂല. നമുക്ക് എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? മെഷീൻ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനാവാം, അല്ലെങ്കിൽ പോളിഷ് ചെയ്യുക, ബഫ് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ ടേൺ ചെയ്യുക, അങ്ങനെ ഡിഫറെന്റ് രീതിയിലുള്ള പ്രോസസ്സുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീവിയേഷൻ കൊടുക്കുന്നത്. മെഷീൻ ചെയ്ത് പോവാനും കൂടി അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൈസ് നമ്മൾ അധികം കൊടുക്കും. ഇനി മെഷീനിങ് അലവൻസ് കൊടുക്കാതെയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? അവിടെ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് കാസ്റ്റ് ചെയ്തെടുത്തു, ഒരിക്കലും ഫിനിഷ്ഡ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അത് ഫിനിഷ് ആക്കി എടുത്തിട്ട് അതിന് ശേഷം അതിന്റെ ഡയമെൻഷൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയമെൻഷൻ കുറഞ്ഞതായിട്ട്. നമുക്ക് എക്സാക്ട് സൈസിൽ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക അതാണ്ടാവുക, സൈസ് കുറഞ്ഞൊരു പ്രൊഡക്റ്റ് ആയി മാറും. ആ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ഒരു ഉപകാരമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെഷീനിങ്ങിന് വേണ്ടി അത് അഡ്വാൻസ് ആയി കണ്ടുകൊണ്ട് നമ്മൾ അത്രയും സൈസ് നമ്മൾ എന്ത് ചെയ്യാം? മെഷീനിങ് അലവൻസ് നമ്മൾ കൂട്ടി കൊടുക്കണം. കൂട്ടി കൊടുത്തിട്ട് ഉള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. ആ മെഷീനിങ് അലവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ വളഞ്ഞു പോകാനും ബെൻഡായി പോകാനൊക്കെ സാധ്യതയുണ്ട്, ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊടുക്കുന്നതാണ് ഡിസ്റ്റോർഷൻ അലവൻസ്. അപ്പോ പാറ്റേണുകളെ പറ്റിയിട്ട് ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡ്. ഇനി അടുത്തൊരു കാര്യമാണ് മോൾഡിംഗ് സാൻഡ്. മോൾഡിംഗ് സാൻഡ് ഏതൊക്കെയാണ്? ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീൻ സാൻഡിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഗ്രീൻ സാൻഡ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഗ്രീനിഷ് ആയിട്ടുള്ള, ഏകദേശം 18 മുതൽ 30% ക്ലേ അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ 6 to 8%, 6 മുതൽ 8% വരെ വാട്ടർ മോയ്സ്ചറും കൂടി അടങ്ങിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സാൻഡാണ് ഗ്രീൻ സാൻഡ്. ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ സാൻഡ്. മറ്റൊരു സാൻഡാണ് ഡ്രൈ സാൻഡ്. ഇപ്പൊ ഗ്രീൻ സാൻഡിൽ നിന്ന് ഡ്രൈ സാൻഡ് ജസ്റ്റ് വേറിട്ട് നിൽക്കുന്നത് ഹാസ് ബീൻ ഡ്രൈഡ്. ഗ്രീൻ സാൻഡിനെ ഒന്ന് ഡ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബേക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ടൈപ്പ് സാൻഡിനെ നമ്മൾ ഡ്രൈ സാൻഡ് എന്ന് പറയും. കൂടുതൽ വിശദമായിട്ട് ഉണ്ട്, അത് നിങ്ങൾ വായിച്ച് പഠിക്കുക. ലോം സാമ്പിൾ സമയത്ത് നമ്മുടെ ക്ലേന്റെ പെർസെന്റേജും അതേപോലെ തന്നെ വാട്ടറിന്റെ പെർസെന്റേജും വേരി ചെയ്തിട്ടുണ്ട്. അതുപോലെ കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫേസ് സാൻഡ്, ഫേസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നമ്മൾ കൊടുക്കുക. മോൾട്ടൻ മെറ്റൽ ഫേസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന സാൻഡാണ് നമ്മള് ഫേസിങ് സാൻഡ്. ബേക്കിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൾഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മോൾഡിംഗ് സാൻഡ് ആണ്. പഴയതല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ആ സാൻഡ് നമ്മൾ കാസ്റ്റിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. അതിനാണ് ബേക്കിംഗ് സാൻഡ്. സിസ്റ്റം സാൻഡ് മറ്റൊരു സാൻഡ് കൂടെ, എൻ്റയർ ഫ്ലാസ്ക് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പാർട്ടിംഗ് സാൻഡ്, യൂസ്ഡ് ടു അവോയ്ഡ് സ്റ്റിക്കിംഗ് ഓഫ് ഗ്രീൻ സാൻഡ് ടു ദി പാറ്റേണിൽ ഒട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സാൻഡാണ് പാർട്ടിംഗ് സാൻഡ്. കോർ സാൻഡ് മറ്റൊരു സാൻഡാണ് കോർ സാൻഡ്. ഈ കോർ സാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ കാസ്റ്റിങ്ങിൽ നമുക്ക് ഹോളോ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് കോർ. പിന്നെ നമ്മൾ കോർ എന്ന് പറയാം. ഈ കോറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എലമെന്റ്സ് ആണ് ചാപ്ലെറ്റ്സ്. ഈ ചാപ്ലെറ്റ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ചാപ്ലെറ്റ്, വാട്ട് ഇസ് ചാപ്ലെറ്റ് എന്തോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ഹോളോ ആയിട്ടുള്ള ഭാഗം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റിങ്ങിന്റെ മുമ്പേ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടി മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ഓറഞ്ച് കളറിലുള്ള ഭാഗം കാണിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മുടെ മോൾട്ടൻ ആയിട്ടുള്ള മെറ്റൽ. ഓക്കെ, ഈ മോൾട്ടൻ മെറ്റൽ ഇതിനകത്ത് പോർ ചെയ്യുമ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്തിട്ട് ഇതിനകത്ത് ഫുള്ള് ഫില്ലാവും. അപ്പൊ ഇങ്ങനെ ഒരു കോർ എന്നുള്ള ഒരു ഭാഗം ഇവിടെ ഇല്ല എങ്കിൽ ഉള്ളിൽ ഫില്ലായിട്ട് സോളിഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ രൂപപ്പെടുക. ഇനി ഇങ്ങനെ ഒരു കോർ എന്നുള്ള ഒരു ഭാഗം ഇല്ല എങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതിനകത്തൊരു ക്യാവിറ്റി ആയിട്ടായിരിക്കും ഫോം ചെയ്യുക.
ഓക്കെ. നമുക്ക് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ഭാഗങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോറുകൾ ഉപയോഗിക്കുന്നു. ആ കോർ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാൻഡിനെ നമ്മുടെ കോർ സാൻഡ് എന്ന് പറയും. ഇനി ടൈപ്സ് ഓഫ് സാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് സാൻഡ് ഇതിനെ പറ്റിയിട്ട് വളരെ ക്വസ്റ്റ്യൻസ് വിശദമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ സവിശേഷതകൾ, മോൾഡിംഗ് സാൻഡിന് ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ് റിഫ്രാക്ടറിനെസ് എന്നുള്ളത്. രണ്ടാമതാണ് പെർമിയബിലിറ്റി ഓർ പോറോസിറ്റി, സ്ട്രെങ്ത്, ഗുഡ് ഫ്ലോബിലിറ്റി ഓർ പ്ലാസ്റ്റിസിറ്റി. ഇതിൽ റിഫ്രാക്ടറിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അതാണ് അതിന്റെ പ്രത്യേകത. നല്ല ഉയർന്ന ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുക, തരണം ചെയ്യുക, ആ സവിശേഷത ഉണ്ടായിരിക്കണം ഒരു മോൾഡി സാൻഡിൽ, അല്ലെ? ഏകദേശം 1000 പരം അല്ലെങ്കിൽ 2000-ഓളം ഡിഗ്രി അത്രയും ഉയർന്ന ഊഷ്മാവുള്ള മോൾട്ടൻ മെറ്റലാണ് നമ്മൾ പോർ ചെയ്യുന്നത്, ഒഴിക്കുന്നത്. അപ്പൊ അതിനെ തരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സവിശേഷത മോൾഡിംഗ് സാൻഡിന് ഉണ്ടായിരിക്കണം. ഇനി മറ്റൊന്നാണ് പെർമിയബിലിറ്റി ആൻഡ് പോറോസിറ്റി. അവിടെ പറയുന്നത് എബിലിറ്റി ടു അലോ ഗ്യാസസ് ഓർ വാട്ടർ വേപ്പർ ടു പാസ് ത്രൂ ഇറ്റ്. അതിലൂടെ കടത്തിവിടാൻ, അല്ലെങ്കിൽ സാൻഡിന്റെ ഉള്ളിലൂടെ മോയ്സ്ചർ, വാട്ടർ വേപ്പറിനെയും അതുപോലെ ഗ്യാസുകളെയൊക്കെ കടത്തിവിടാൻ പറ്റണം. അതിനുള്ള ഒരു കഴിവും കൂടി നമ്മുടെ മോൾഡിംഗ് സാൻഡിന് ഉണ്ടായിരിക്കണം. അതേപോലെ നല്ല സ്ട്രെങ്ത്, ഹോട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ ആ സമയത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടായിരിക്കണം. മീൻസ് മോൾഡിംഗ് സാൻഡിന് ഉണ്ടായിരിക്കണം. ഇനി ഗുഡ് ഫ്ലോബിലിറ്റി ഓർ പ്ലാസ്റ്റിസിറ്റി. ഈ രണ്ട് പ്ലാസ്റ്റിക് അതേപോലെ തന്നെ ഫ്ലോബിലിറ്റി നേച്ചറും കൂടി ഈ സാൻഡിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ മോൾഡി സാൻഡിന് ഫ്ലോബിലിറ്റി അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി എന്നിങ്ങനെ രണ്ട് സവിശേഷത കൂടി ഉണ്ടായിരിക്കണം. ഇനി ഗുഡ് കൊളാപ്സിബിലിറ്റി. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമല്ല, കാസ്റ്റിങ്ങിന് ശേഷം നമുക്ക് സാൻഡ് റിമൂവ് ചെയ്യാനും കൂടി സാധിക്കണം. ഈസിലി ആഫ്റ്റർ കാസ്റ്റിംഗ് നമുക്ക് കൊളാപ്സ് ചെയ്യാൻ പറ്റണം, എടുത്തു മാറ്റാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കണം. ആ ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷത പറയുന്നതാണ് ഗുഡ് കൊളാപ്സിബിലിറ്റി എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒന്നാണ് കൊഹസീവ്നെസ്സും അഡ്ഹസീവ്നെസ്സും. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാം. സ്റ്റിക്ക് ടുഗദർ, അതാണ് കൊഹസീവ്നെസ്. ഇനി അഡ്ഹസീവ്നെസ് കേസിൽ സ്റ്റിക്ക് ടു അതർ ബോഡീസ് എന്നാണ്. അപ്പൊ അത് ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. സ്റ്റിക്ക് ടുഗദർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ സാൻഡിന്റെ തരികൾ അല്ലെങ്കിൽ കണികകൾ തമ്മിൽ ഒട്ടി നിൽക്കുക, അങ്ങനെ ഒട്ടി നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം, അല്ലെ? ആ കഴിവിനെ നമ്മൾ പറയുന്നതാണ് കൊഹസീവ്നെസ് എന്നുള്ളത്. ഇനി സ്റ്റിക്ക് ടു അതർ ബോഡീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ സാൻഡും അതേപോലെ മോൾഡിംഗ് ബോക്സ്, സാൻഡ് മോൾഡിംഗ് ബോക്സിന്റെ മെറ്റീരിയൽ വ്യത്യാസമാണ്. മോൾഡിംഗ് ബോക്സ് നമ്മൾ വുഡ്, അല്ലെ, മെറ്റൽ കൊണ്ട് അല്ലെങ്കിൽ വുഡ് കൊണ്ടൊക്കെ ആയിരിക്കും കോമൺ ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്നുണ്ടാകുക. സാൻഡ് മറ്റൊരു പാർട്ടിക്കിളാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള പാർട്ടിക്കുകൾ തമ്മിൽ ഒട്ടി നിൽക്കാനുള്ള ആ ഒരു സവിശേഷത അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നമ്മൾ പറയുന്നതാണ് അഡ്ഹസീവ്നെസ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ചുരുങ്ങിയ പക്ഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ടത്. റിഫ്രാക്റ്റീവ്നെസ്, പെർമിയബിലിറ്റി, അതേപോലെ സ്ട്രെങ്ത്, ഗുഡ് ഫ്ലോബിലിറ്റി ഓർ പ്ലാസ്റ്റിസിറ്റി, കൊളാപ്സിബിലിറ്റി, അതേപോലെ കോസീനസ്, അഡ്ഹസീവ്നെസ്. ഇനി പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ സംഭവമല്ല. അതായത് മോൾഡിംഗ് സാൻഡിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ, സിലിക്ക സാൻഡ്, ക്ലേ, മോയ്സ്ചർ, ഓർഗാനിക് അഡിറ്റീവ്സ്, അയൺ ഓക്സൈഡ്, അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാറുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാപ്ലിസ്റ്റിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്ലിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോർ എന്നുള്ള ഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചാപ്ലെറ്റ്. ഡിഫറെന്റ് ടൈപ്പ് മോൾഡിംഗ് പ്രോസസ്സുകൾ. ഈ മോൾഡിംഗ് ഇതിനുമായി ശേഷം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ബെഞ്ച് മോൾഡിംഗ്, പിറ്റ് മോൾഡിംഗ്, ഫ്ലോർ മോൾഡിംഗ്. ഇതിനെ കൂടാതെ തന്നെ സ്വീപ്പ് മോൾഡിംഗ് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ബെഞ്ച് മോൾഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബെഞ്ചിന്റെ മുകളിൽ, അല്ലെ, ഒരു ടേബിളിന്റെ മുകളിൽ നമ്മൾ വളരെ കോമ്പാക്ട് ഒതുങ്ങിയ സൈസിലുള്ള സംഭവങ്ങൾ കാസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് മോൾഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബെഞ്ച് മോൾഡിംഗ് ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയ പഠിക്കേണ്ട രീതി ഫിഗർ വരച്ചിട്ട് എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തണം. അതുപോലെ അതിന് പറ്റുന്ന ഒരു വിശദീകരണം, എന്താണ് ബെഞ്ച് മോൾഡിംഗ്,
എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്, എങ്ങനെയാണ് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനും വേണ്ടി അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബെഞ്ച് മോൾഡിംഗ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. ഈ പിറ്റ് മോൾഡിംഗ് എന്താണ്? പിറ്റ് മോൾഡിംഗ് പിറ്റ് മോൾഡിംഗ് എന്ന് പറയുമ്പോൾ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, പിറ്റ് ഒരു കുഴി രൂപപ്പെടുത്തണം അല്ലെ. നിങ്ങൾ ആ ഫസ്റ്റത്തെ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ ഇത് ഫ്ലോർ ആണ്. നമ്മുടെ ഫ്ലോറിന്റെ താഴോട്ട് നമ്മളൊരു പിറ്റ് ഉണ്ട്, ഒരു കുഴി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചുറ്റിലും നമ്മൾ റിഫ്രാക്ടറി ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. റിഫ്രാക്ടറി ബ്രിക്സ് അല്ലെ, ഹൈ ഹോട്ട് ടെമ്പറേച്ചർ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ റിഫ്രാക്ടറി ബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് അങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു മോൾഡിംഗ് പ്രോസസ്സാണ് പിറ്റ് മോൾഡിംഗ്. പിറ്റ് മോൾഡിംഗ് എന്താണ്, എങ്ങനെയൊക്കെയാണ്, അതേപോലെ തന്നെ അത് ഏത് രീതിയിലുള്ള വളരെ ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്, എക്സ്ട്രീംലി ലാർജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിറ്റ് മോൾഡിംഗ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഫ്ലോർ മോൾഡിങ്ങിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് നമ്മൾ ഫ്ലോറിന്റെ മുകളിൽ തന്നെയാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. ബെഞ്ച് മോൾഡിങ്ങിൽ വെക്കാൻ പറ്റാത്തതും പിറ്റിലോട്ട് വെക്കേണ്ട ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റ്, ഏകദേശം മിഡ് ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ കാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോർ മോൾഡിങ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. മീഡിയം സ്വീപ്പ് മോൾഡിങ് കൂടി ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സ്വീപ്പ് മോൾഡിങ് പ്രത്യേകിച്ച് ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. സ്വീപ്പ് പാറ്റേണിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി എലമെന്റ്സ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റം, ഇതിലെ ഏറ്റവും അവസാന ഭാഗത്തിൽ നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു കാര്യമാണ് എലമെന്റ്സ്. ഗേറ്റിംഗ് സിസ്റ്റത്തിലെ എലമെന്റ്സ്. അപ്പൊ ഇതിൽ പോറിംഗ് കപ്പ്, സ്പ്രൂ വെല്ല്, ക്രോസ് ഗേറ്റ്, റണ്ണർ, ഇൻഗേറ്റ് ഗേറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെ റൈസർ എന്നുള്ള ഒരു ഭാഗം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് ഫിഗർ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് അത് ഉൾപ്പെടുത്തിയിട്ട് വരയ്ക്കുക. റൈസറിന്റെ ഫംഗ്ഷൻ തന്നെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതില് ഗേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ പോറിംഗ് ബേസിൻ, പോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്നതിന് നമ്മൾ പോറിംഗ് എന്ന് പറയാം. അപ്പൊ പോറിംഗ് ബേസിൻ എന്നുള്ള ഭാഗം ഏറ്റവും മുകളിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ ലൊക്കേഷൻസ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഫംഗ്ഷൻ. ഇപ്പോ പോറിംഗ് ബേസിൻ എവിടെ ഉണ്ടാവും, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പോറിംഗ് ബേസിൻ ഏറ്റവും ടോപ്പ് ഉപരിതലത്തിലാണ് ഉണ്ടായിരിക്കുക. അതിന്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്നത് അതിലോട്ടാണ്. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് പോറിംഗ് ബേസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്പ്രൂ, നമ്മൾ ഇതിനെ ഡൗൺ സ്പ്രൂ അല്ലെങ്കിൽ സ്പ്രൂ എന്നാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം. അത് വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ആണ്. അതേപോലെ തന്നെ സ്പ്രൂ ബേസിനെയും പോറിംഗ് ബേസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ഇനി എന്താ അതിന്റെ ഫംഗ്ഷൻ എന്താ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിലൂടെയാണ് അത് ഒഴുകുന്നത്. ഈ മോൾട്ടൻ മെറ്റല് ഒഴുകുന്നത് വെർട്ടിക്കൽ എന്ന ഡയറക്ഷനിലായിട്ടുള്ള സ്ക്രൂവിലൂടെയാണ് ഒഴുകുന്നത്. ഫ്രം ബേസിൻ ടു പോറിംഗ് ബേസിൻ ടു സ്പ്രൂ ബേസിൻ. ഇനി സ്പ്രൂ ബേസിനെ അത് ഒന്ന് കോർഡിനേറ്റ് കൺവേർട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വരുന്ന മറ്റൊരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റണ്ണർ. റണ്ണർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ മോൾഡ് ക്യാവിറ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെയുള്ളത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി ഇതിന്റെ ലൊക്കേഷൻ എങ്ങനെയുണ്ടെങ്കിൽ ഗേറ്റിനെയും അതുപോലത്തെ സ്ക്രൂ ബേസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അതാണ് റണ്ണർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന സ്ക്രൂ ബേസിനെയും ഗേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഗേറ്റ്സ്. ഇതൊരു ഗേറ്റ് ആണ്. ഒരു അത്യാവശ്യം വലിയ ഒരു കാസ്റ്റിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ഒന്നിലധികം ഗേറ്റുകൾ ഇവിടെ കൊടുക്കേണ്ടി വരുന്നത്. വളരെ ചെറിയ പാറ്റേൺ ആണ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഗേറ്റ് ഒക്കെ അവിടെ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾഡ് ക്യാവിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഈ മോൾഡ് ക്യാവിറ്റിനെയും റണ്ണറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അതിന്റെ ഫംഗ്ഷൻ. ഗേറ്റ് അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മോൾട്ടൻ മെറ്റൽ ഫ്ലോ ചെയ്യുന്നത്, ക്യാവിറ്റിയിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഗേറ്റിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിന്റെ ലൊക്കേഷന്, ഇതിന്റെ ഫംഗ്ഷന് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് പഠിച്ചു വെക്കേണ്ടത്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് റൈസറിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ മോൾഡ് ക്യാവിറ്റിയിൽ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗം അല്ലെ, മോൾഡ് ക്യാവിറ്റിയിൽ വെർട്ടിക്കലായി നിൽക്കുന്നുണ്ടാവും. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒരാളാണ്, അതുകൊണ്ടാണ് അത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഫംഗ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ ഫില്ല് ആയിട്ടുണ്ടെന്നുള്ള അറിയണം. അതാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്. അതുപോലെ തന്നെ അതിനുള്ളിൽ അടങ്ങിയിട്ടുള്ള ഗ്യാസുകൾ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കടത്തിവിടാനും കൂടി സഹായിക്കുന്നുണ്ട് റൈസർ. റൈസറിന് അങ്ങനത്തെ ഫംഗ്ഷനുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓർഡറിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ബോറിംഗ് കപ്പ്, സ്ക്രൂ വെല്ല്, റണ്ണർ, ഗേറ്റ് ഓരോന്നും കൃത്യമായിട്ട് വായിക്കാം. ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻ. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ കാരണം ഗേറ്റിംഗ് സിസ്റ്റത്തിൽ ഇംപ്രോപ്പർ ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഡിസൈൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഡിഫക്റ്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിലബസിൽ കുറച്ചും കൂടെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് പുറമെ കുറച്ച് കണ്ടന്റും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ആ കണ്ടന്റുകളും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും താങ്ക് യു.